മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ CBSE സൗത്ത് ഇന്ത്യ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജൂലൈ 29 വരെ നടക്കുന്ന അക്വാട്ടിക് മത്സരങ്ങൾ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 800ഓളം സ്കൂളുകളിൽ നിന്നായി 2000ഓളം നീന്തൽ താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന CBSE സൗത്ത് ഇന്ത്യ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജൂലൈ 29 വരെ നടക്കുന്ന അക്വാട്ടിക് മത്സരങ്ങളുടെ ഉദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. നമ്മുടെ രാജ്യങ്ങളുൾപ്പെടെയുള്ള ആളുകളൊക്കെ ട്രാഫിക് ആളുകളൊക്കെ തന്നെ ആ കാര്യം സൂചിപ്പിച്ചു. ഇന്നലെ 2 ദിവസം മുമ്പ് പെരുമ്പൂർ നടന്ന മത്സരത്തിലും ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഈ വർഷത്തിൽ ബഡ്ജറ്റിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് 31 രൂപയാണ്. ആ വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തൃശ്ശൂർ അക്വാട്ടിക് കോൺഗ്രസിൽ തന്നെ സ്ഥാപിക്കണമെന്നതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് നേരത്തെ നടക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വിമ്മിങ്ങിലാണ് നമുക്ക് കൂടുതലായി മെഡലുകൾ നേടിയെടുക്കാൻ സാധിക്കുക. അത്ലറ്റിക്സിലും സ്വിമ്മിങ്ങിലുമാണ് സംസ്ഥാനത്തിൽ കൂടുതൽ മെഡൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2036 ഒളിമ്പിക്സിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മളെല്ലാം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2036 ഒളിമ്പിക്സിൽ സ്വാഭാവികമായും ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന പട്ടികയിൽ കൂട്ടത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് റാഫി ആന്റണി മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ ഡോക്ടർ PN ഗോപകുമാർ, ഡോക്ടർ ബിനു കെ രാജ്, PI ആന്റണി, അന്ന ഗ്രേസ് രാജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 11, 14, 17, 19 വയസ്സ് വിഭാഗങ്ങളിലായി 120 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജൂലൈ 27 വരെ പെൺകുട്ടികളുടെ മത്സരങ്ങളും 27 മുതൽ 29 വരെ ആൺകുട്ടികളുടെ മത്സരങ്ങളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 800ഓളം സ്കൂളുകളിൽ നിന്നായി 2000ഓളം നീന്തൽ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. മീഡിയ ടൈം, മാള.